ഹായ് ഫ്രണ്ട്സ്, UP വുഡ് ആർട്ടിൻ്റെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഹായ് ഫ്രണ്ട്സ്, നിങ്ങൾക്ക് ഈ ചാനൽ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് ചെയ്യുക, കമൻറ്റ് ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക. ഓക്കെ ഫ്രണ്ട്സ്, നമുക്ക് ഹായ് ഫ്രണ്ട്സ്, ഇന്നത്തെ നമ്മുടെ വർക്ക് നമ്മുടെ പ്രിയപ്പെട്ടവർക്ക് ഒരു ഗിഫ്റ്റൊക്കെ കൊടുക്കാൻ പറ്റിയൊരു വർക്കാണിത്. ഒരു ഫ്ലവറും അതിൻ്റെ ഒരു മൊട്ടും ഒരു ലീഫും ഇത്രയേ ഉള്ളത്. ഇത് നമ്മളൊരു റൗണ്ടിനകത്താണിത് നമ്മളിത് ആഡ് ചെയ്തേക്കുന്നത്. അപ്പോൾ ഈ റൗണ്ട് നമ്മൾ കട്ട് ചെയ്തെടുത്ത് വെച്ച് അതിൻ്റെ ചുറ്റിനും ഒരു ബോർഡറിന് ഒരു തടിയും കൂടെ വെക്കുകയാണെങ്കിൽ നമുക്കിതൊരു ഗിഫ്റ്റായിട്ട് കൊടുക്കാൻ പറ്റും. കൂടാതെ ഇത് നമുക്ക് കട്ടിലിൻ്റെ ടോപ്പിലൊരു ഫ്ലവർ മാത്രമായിട്ട് വേണമെങ്കിൽ കൊടുക്കാൻ പറ്റും. കസേരയുടെ ടോപ്പിലൊരു ഫ്ലവർ മാത്രമായിട്ട് കൊടുക്കാൻ പറ്റും. അങ്ങനെയൊക്കെ ഈ വർക്ക് ഉപയോഗിക്കാവുന്നതാണ്. ഈ ഒരു മോഡൽ നമുക്ക് അങ്ങനെയൊക്കെ ഉപയോഗിക്കാവുന്നതാണ്. ഓക്കെ, ഈ ചാനലിനകത്ത് പൂർണ്ണമായിട്ടും കൊത്തുപണികൾ മാത്രമേ ഉള്ളൂ. അത് ട്യൂട്ടോറിയലായിട്ടും ചെയ്തിട്ടുണ്ട്, അല്ലാതെയും ചെയ്തിട്ടുണ്ട്. നിരവധി ഡോറുകളുടെ മോഡലുകൾ നമ്മളിതിനകത്ത് ചെയ്തിട്ടുണ്ട്, ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. അതുപോലെ തന്നെ കട്ടിലിൻ്റെ തലപ്പലകളെ, പിന്നെ കസേരയുടെ തലപ്പലകളെ, സെറ്റിയുടെ തലപ്പലകളെ ഒക്കെ നമ്മൾ ഇതിനകത്ത് പല മോഡലുകൾ ഇതിനകത്ത് കൊടുത്തിട്ടുണ്ട്. അതുപോലെ തന്നെ നമ്മൾ കെയർവിങ്ങിനുള്ള ഡ്രോയിങ്ങുകൾ നമ്മൾ ചെയ്തിട്ടുണ്ട്. അപ്പോൾ അത്ര ഡ്രോയിങ്ങുകൾ ഇനി നിങ്ങൾക്ക് ആവശ്യമുണ്ടെങ്കിൽ നിങ്ങളത് മെസ്സേജ് ചെയ്യുകയാണെങ്കിൽ ഞാനിനി ഡ്രോയിങ്ങുകൾ ചെയ്തിടാം. അതുപോലെ തന്നെ കട്ടിലിൻ്റെയൊക്കെ ഞാൻ നിരവധി വർക്കുകൾ ഇതിനകത്ത് ചെയ്തിട്ടുണ്ട്. അപ്പോൾ നിങ്ങൾക്കൊക്കെ അത് പ്രയോജനപ്പെടുന്നുണ്ടെന്ന് മെസ്സേജിലൂടെയും വാട്സപ്പിലൂടെയൊക്കെ എന്നെ അറിയിക്കുന്നതിൽ വളരെ സന്തോഷം. 1.5 ഇഞ്ചിൻ്റെ ചെറിയൊരു അകമ്പളവോട് കൂടിയ ഒരു പാത്തി ഉളിയാണിത്. ഇതുപോലെ സൈഡ് കട്ട് ചെയ്യാനായിട്ട് ഈ ഉളി ഉപയോഗിക്കാം. ഇതാകുമ്പോൾ പക്കായിട്ട് നമുക്ക് സൈഡ് നല്ല ഫിനിഷിങ് കിട്ടുന്നതാണ്. നമ്മൾ കൊത്തുപണി ചെയ്യുമ്പോൾ എപ്പോഴും ഏറ്റവും ക്ഷമയോടുകൂടി തന്നെ നമ്മളിത് ചെയ്യാൻ ശ്രമിക്കുക. അങ്ങനെ ചെയ്യുമ്പോൾ നമുക്ക് സ്പീഡ് ഓട്ടോമാറ്റിക്കായിട്ട് നമ്മുടെ സ്പീഡ് നമുക്ക് കയ്യേ വരും. അതുപോലെ തന്നെ നമ്മുടെ തടിയുടെ ഗ്രെയിംസ് നോക്കി വേണം നമ്മൾ കൊത്താനായിട്ട്. അതിനെക്കുറിച്ചൊക്കെയുള്ള വീഡിയോ ഞാൻ ഈ ചാനലിൽ ചെയ്തിട്ടുണ്ട്. തടിയുടെ ഗ്രെയിംസിനെ കുറിച്ചും അത് ഉളി എങ്ങനെ വെക്കണമെന്നും ഒക്കെ ഞാൻ ഈ ചാനലിൽ കൂടെ ഞാൻ പറഞ്ഞിട്ടുണ്ട്. അപ്പം ആ വീഡിയോകളൊക്കെ ഒന്ന് കാണുക, അന്നേരം അത് മനസ്സിലാകുന്നതാണ്. അപ്പോൾ നമ്മുടെ ക്ഷമയുണ്ടെങ്കിൽ നമുക്ക് ഈ തൊഴിൽ ഈ ഒരു ജോലി നമുക്ക് സുഖമായിട്ട് പഠിച്ചെടുക്കാൻ പറ്റും. ഓക്കെ, അപ്പോൾ ഫ്രണ്ട്സ്, ഈ വീഡിയോ ക്ഷമയോടുകൂടി കണ്ടു തീർക്കുക. അപ്പോൾ ഈ ഉളിയെല്ലാം വെക്കുന്നത് നിങ്ങൾക്ക് മനസ്സിലാകും, ഉളിയുടെ ഷേപ്പ് മനസ്സിലാകും. അപ്പോൾ ഇങ്ങനെയൊരു വർക്ക് നിങ്ങൾക്ക് സുഖമായിട്ട് ചെയ്യാൻ പറ്റും. ഓക്കെ.